എല്ലാ നാട്ടുകാർക്കും എല്ലാ മനുഷ്യർക്കും വോക്സിനെ വീക്ഷിക്കുന്ന പ്രേക്ഷകർക്കും ഈദ് ഉൽ ഫിത്തറിൻ്റെ സ്നേഹ മംഗളാശംസകൾ. വോക്സ് ഇങ്ങനെ ഈദ് ദിനത്തിൽ ഈദിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരാശംസ പറയുന്നതിന്, വോക്സ് ഈ നാടിൻ്റെ സാധാരണക്കാരൻ്റെ ശബ്ദമായി നിൽക്കുമ്പോൾ ഈ ഈദ് ഉൽ ഫിത്തർ ആശംസയ്ക്ക് ഒരു പ്രത്യേക മാനമുണ്ട്, ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. വോക്സ് മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്താണത്? ഈ നാട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം വർഗീയവൽക്കരിക്കപ്പെടുമ്പോൾ, ഈ നാട് മുമ്പെങ്ങും കടന്നു പോയിട്ടില്ലാത്ത വിധം പിന്നോക്ക സമുദായക്കാർ, ദളിത് വിഭാഗക്കാർ, മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ളവർ ഈ നാട്ടിൽ അരികുവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ചെറിയ പെരുന്നാൾ ഇങ്ങനെ ആശംസിക്കേണ്ട ഒരു ബാധ്യത വോക്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ടീമിനുണ്ട്. നോക്കൂ, പഴയ കാലങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എത്രമാത്രം മതസൗഹാർദ്ദമായി ഒരു ഈദ് ആശംസ അറിയിക്കുമ്പോൾ, മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു ആശംസ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ പോലും മതസൗഹാർദ്ദത്തിനെ ഇത്രമേൽ ഊന്നിപ്പറയേണ്ടി വന്നിട്ടില്ല. മതസൗഹാർദ്ദം, മതമൈത്രി, എല്ലാവരും കൂടിക്കലരുന്നതാവട്ടെ ഈദെന്ന് പള്ളികളിലും ഈദ്ഗാഹുകളിലും പേഴ്സണലായി നമ്മൾ അയക്കുന്ന മെസ്സേജുകളിലെല്ലാം വരുന്നതിനകത്ത് ഒരു വല്ലാത്ത പ്രതീതിയുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങനെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് വല്ലാതെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ. കാരണം അതിവിടെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. മുസ്ലിം ജനവിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് മാത്രം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ അവരെ മാത്രം ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നോക്കൂ. മുസ്ലിം മതവിഭാഗക്കാർ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ പ്രധാന കർമ്മമായ നിസ്കാരം അവരുടെ വീടിന് മുകളിലുള്ള ടെറസിലോ അവരുടെ വീടിന് മുന്നിലേക്കോ അത് നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് സാധ്യതയുണ്ട്, വലിയ രീതിയിലുള്ള അറ്റാക്കിങ്ങിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ മാർച്ച് 28 അവസാന വെള്ളിയാഴ്ച അന്ന് ആഘോഷം, ഒരു ചെറിയ രീതിയിൽ ആഘോഷം വെച്ചിരുന്ന ഒരു സ്കൂൾ ഓഫ് ഓക്ലൻഡ്, അവിടെ VHPയുടെ നേതൃത്വത്തിൽ ആ ആഘോഷങ്ങളെ റദ്ദാക്കാൻ സ്കൂൾ അധികൃതരെ നിർബന്ധിക്കുന്നു. കഴിഞ്ഞ ഹോളിയുടെ ആ ഒരു വലിയ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച പള്ളികൾ ടർപ്പായിട്ട് മൂടി. എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരമുണ്ടല്ലോ, ഹോളി വർഷത്തിലൊന്നല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഒരരികുവൽക്കരണം, വീണ്ടും ഒരൊറ്റപ്പെടുത്തൽ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സിനിമാ മേഖല ഒരു ആസൂത്രിതമായി കേന്ദ്രീകരിക്കപ്പെട്ട് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞു വെച്ച ഒരു വലിയ കാര്യങ്ങളുണ്ട്. ഈ നാട് ഇന്നലകളിൽ എങ്ങനെയായിരുന്നു. ഇന്ന് ഈ നാട്ടിൽ ആൽഫ കിഡ്സ് 2000 ജനിച്ചവർ, 90കളിൽ ജനിച്ചവരൊക്കെ ഇന്ന് കാണുന്ന ഈ നാടിന്റെ നേതാക്കളായി, ഹീറോയായി കാണുന്നവർ എന്തിൽ ചവിട്ടിയാണ് അവരുടെ ഹീറോ പരിവേഷത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അവർ ഈ നാടിന്റെ ഭരണ സിംഹാസനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? അത് വളരെ ശക്തമായി വിളിച്ചു പറഞ്ഞ ഒരു സിനിമ, ഒരു തികച്ചും കലാസൃഷ്ടി, അതിനെപ്പോലും 17 ഇടങ്ങളിൽ വെട്ടിത്തിരുത്തി ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നുപോയ ഒരു കലാസൃഷ്ടിയെ പോലും തിരുത്തുന്ന രീതിയിലേക്ക് ആ കാലഘട്ടത്തെ മാറ്റിമറിക്കുകയാണ്. അങ്ങനെ പറയാൻ ഒരുങ്ങുന്നതിനെ പറയിക്കാതെ, ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനെ തടസ്സപ്പെടുത്തി, അങ്ങനെ വലിയ രീതിയിൽ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തി, തീവ്രവാദികളെന്ന് മുദ്രകുത്തി ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ മതസൗഹാർദ്ദം നെഞ്ചിലേറ്റി ആഘോഷിക്കുന്ന ഈ ഈദ് ഉൽ ഫിത്തർ, ഈ ചെറിയ പെരുന്നാൾ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. വലിയ രീതിയിൽ ഇതിന്റെ മാനങ്ങൾ, ഇതിന്റെ അർത്ഥങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിലേക്ക് കടന്നു ചെന്ന് ആഘോഷിക്കേണ്ട പ്രസക്തി മുസ്ലിംസിന്റെ പെരുന്നാളുകൾക്കാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രമേൽ ആ മതം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി ഉറപ്പിച്ച് പറയേണ്ട കാലഘട്ടത്തിലാണ് ഇന്നത്തെ രാഷ്ട്രീയ സമ്പ്രദായങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ ഈദ് ഉൽ ഫിത്തറിന്റെ ആശംസകൾ, ഈദ് ഉൽ ഫിത്തറിന്റെ സന്ദേശങ്ങൾ മതങ്ങൾ കടന്ന്, സമുദായങ്ങൾ കടന്ന്, സംസ്ഥാനങ്ങൾ കടന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് എത്തട്ടെ. സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, കൂടിക്കലരലിന്റെ ഒരു ആശംസയായി ഈദ് ഉൽ ഫിത്തർ തുടരട്ടെ.